ഞാൻ കോനയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങുമായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം മാറിന്നേ. ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര്? സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയല്ല ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തിരക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെത്തി വന്നു പറഞ്ഞു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകണതിന് മറ്റു ചടങ്ങുകൾ നടത്തേക്കാം. വന്നാ കത്തിരോട് കത്തിരോട്. വലിയ കത്രി നേരത്തെ കുഞ്ഞച്ചൻ ചേട്ടൻ. ആ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ.
മോളിക്കുട്ടിയെ, അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്നാ. നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപിടി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നേ. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്റെ അപ്പച്ചനോടും വിട്ടുകത്തി എന്ത് ചെയ്യടി? മോളിക്കുട്ടിയെ ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടി ഇത്തിരി തീ എടുത്തു കൊടുക്കടി. ഞാൻ ആ വെട്ടുകത്തി എവിടെ വെച്ചു? എന്നതടി വെച്ചത്? ഈ പ്രിൻസിപ്പൽ കുഞ്ഞച്ചൻ സാറിന്റെ വീടല്ലേ ഇത്? നീ ഏതാ? ഞാൻ പിന്നെ ഇത് എന്താ അവിടെ ഒരു ശബ്ദം? അതെ, ഇച്ചിരി തേന മലന്തേൻ. ഈ ജയിലിൽ സിമന്റ് തറ അല്ലായിരുന്നു. ഒരു 3-4 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഇളക്കം. അപ്പൊ എന്റെ കൂടെ ജയിലിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു. പുള്ളിയും ജീവപര്യന്തവാ. ഇറങ്ങി കഴിഞ്ഞാ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് ഫസ്റ്റ് ആണെന്നാ പറഞ്ഞത്. വാദത്തിന് ഇതൊക്കെ മതിയില്ലേ? ഓ, പിന്നെ ആർക്കറിയാം ഇതൊക്കെ? എടാ, കുരുത്തം കെട്ടവനെ വിളിച്ചു കൂവിയാണാടാ കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ കൊടിമൂത്ത ചട്ടം പേടിച്ചിട്ട് കള്ളു കുടിക്കണമെങ്കിൽ അത് പാത്തം വന്നിയാന്ന് ഞാൻ അറിഞ്ഞ. കൊണ്ടുവരങ്ങാൻ ഓ. അമ്മച്ചി എന്തായാലും അമ്മേ ഈ പെണ്ണ് പറയുന്നത് കേട്ടോ. കുഞ്ഞച്ചാ, അതെ, വാദത്തിന് വൻതേനും കുറുന്തോട്ടിയും പിന്നെ ഇളങ്കള്ളും കൂടെ ചേർത്തിട്ടൊരു ഒരു അല്ല, ഈ ഇളങ്കള്ളിനകത്ത് കുറുന്തോട്ടിയും കൊട്ടൻ ചുക്കാതിയും കൂടെ ചേർത്തിട്ട് വേറൊരു തരം മതിയടാ. കുഞ്ഞച്ചോ, കുഞ്ഞച്ചനെ എവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളതും ഞങ്ങളൊക്കെ നന്നായി പെരുമാറുന്നു എന്നുള്ളത് നേര് തന്നെയാ. കെട്ടുപ്രായമായ പെൺകൊച്ചുങ്ങളുള്ള വീടാ. നേരം വിളക്കുകയും അത് ഞായറാഴ്ച ദിവസം ഇവിടെ ഇരുന്നെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ അല്ല ഉള്ളത് പറയാമല്ലോ. അല്ല ചേട്ടത്തി, അല്ലല്ല, ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ പറ്റിയല്ല. ഇരിക്കി. അല്ല നീ ഇതെന്ത് ഭാവിച്ചാ? ചേട്ടാ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് വാദവുമല്ല, വൻതേനുമല്ല, കൊട്ടൻ ചുക്കാതിയുമല്ല, കള്ള. ശീലിച്ചു പോയി. ഞായറാഴ്ച ആവുമ്പോ കുടിച്ചു ബോധം കെട്ട് കിടന്ന് ഉറങ്ങും. നിനക്കപ്പം പള്ളിപ്പോക്കും കുർബാനയൊന്നും ഇല്ലടാ. അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ? എനിക്കൊന്നും നന്നാകണമെന്നുണ്ട്. ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുക. ചട്ടമ്പിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ. പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് നിന്നു പോകും ചേട്ടാ. നിനക്ക് നന്നാവണമെന്നും കുണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി സംസാരിപ്പിക്കാം. തന്നെയുമല്ല, ഇടയ്ക്കിടയ്ക്ക് ധ്യാനം വരും, അതിലും സംബന്ധിക്കണം. സംബന്ധിക്കാവോ? ദേ, എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. ദൈവത്തിന് മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത്. ഇല്ല, ഞാൻ കുമ്പസാരിക്കാം, കുർബാന കൈക്കൊള്ളാൻ, ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ദേ, ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. 10 കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? 10 കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളില്ല, അനാഥ മന്ദിരത്തിലാ വളർന്നത്. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ. ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടൊന്നും നിന്ദിച്ചിട്ടില്ല. പിന്നെ അങ്ങേര് കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥന വന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞത്, തല പൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്?
എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ. കുഞ്ഞിശൻ ചേട്ടാ, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ. ഉത്സവപ്പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക. മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനെന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടമിടുന്നത് കണ്ടു. പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച് എന്നെ. അയ്യോടാ, അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ട് ആണായിട്ട് പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവപ്പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നിടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടും ഒക്കെ എനിക്ക് നല്ല ശീലമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ, മിണ്ടിപ്പോരുത്. ആ പെണ്ണെ താനങ്ങ് മറന്നുകളാ. അവക്കിപ്പോ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെയല്ല, അവക്കിപ്പോ തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിച്ചു കളയും. ചേട്ടാ, ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കും തരത്തൊരു സൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോരെ. എടോ, തന്റെ അപ്പന് നല്ല കാശും സൗകര്യവും ഒക്കെ ഉള്ള ആളല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. സമയം മനക്കെടുത്താൻ നടക്കുന്നു. ചേടാ, എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കിയേ. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവിയുമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളർത്തെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടല്. മോളിക്കുട്ടിയെ, അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില്ല. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായിപ്പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചത്. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക. അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തീരുപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. ടീ ഉണ്ടോ മോളിക്കുട്ടി? വീടിക്ക് ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം. അല്ലെങ്കിൽ മിക്കായല ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവാ. മോളിക്കുട്ടി നീ എന്റെ മോളിക്കുട്ടി നീ എന്തായി കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ, ഓടി വായോ. ഒരു രത്തന്റെ കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ. മോളെ, മോളിക്കുട്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് നിന്നെ പറ്റി. ആ കാലുമടങ്ങി നിന്നിയേ. എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഏലിയാമ്മേ, കൊലപാതകം പാവമാണ് ഏലിയാമ്മേ. സ്വന്തം പെമ്മക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്ത് അന്നോടോ തന്റെ ഒരു വേദോപദേശം? പോടോ, വിടോ, കൊല്ലിക്കാനവനെ.
നിന്നെ നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണുകയല്ലടാ. മാറി ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഇടിച്ചൊതുക്കാൻ പറയടാ. നീ എല്ലാം തകഞ്ഞ് പോകലാ. വേണ്ട. ഇവനെന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു. എന്റെ കുടുംബങ്ങൾക്ക് അടിച്ചു പൊളിക്കണ. ഞാനല്ലേ വിട്ടു. അതെ അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്തിത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോരെ കഴിവണ മോനെ, ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ വേണ്ട. വിടാ. പ്രിൻസിപ്പാള്? ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുഞ്ഞിനാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിന് ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണ മോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോരെ കഴിവണ മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ. ഇറക്കി വിടാ അവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പ് കണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ എവിടാ തച്ചോളി എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താണാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആടാണ്. ഇറങ്ങി വാടാ ഓരോ കഴിവേറി. ഏലിയാമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവള മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയാമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളള പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാം, നീ എന്റെ കൈ കിടന്ന് പിടയ്ക്കൂടി. എടാ ഊറിയ പുള്ളിയോളം മീക്കായേ, നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചാടാ പറയുന്നേ.
എടേ മോളെ, മോളിക്കുട്ടി, നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ, പോട്ടെ എവിടെ കിടക്കുന്നു, ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു. കുഞ്ഞച്ചനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ.